വിഷു ആഘോഷത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുക്കങ്ങൾ തകൃതിയിൽ. വിഷുനാളിൽ വന്നെത്തുന്ന വിഷു പക്ഷികളുടെ പാട്ട് ഇക്കുറിയും കേൾക്കാനില്ല. അതേസമയം വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞിരുന്ന കൊന്നപ്പൂക്കൾ നേരത്തെ പൂത്തതിനാൽ പൂക്കൾ ലഭിക്കുവാൻ അല്പം പ്രയാസവും നേരിടുകയാണ്. മലയാളികൾക്ക് പുതുവർഷത്തിന്റെ കാർഷിക സമൃദ്ധിയും സംസ്കാരവും വിളിച്ചോതിക്കൊണ്ട് വിഷുവിന്റെ വരവിനെ വർണ്ണാഭമാക്കാനുള്ള തിരക്കും ഇക്കുറി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. കടുത്ത ചൂടും വിഷുവിന്റെ ആഘോഷപ്പൊലിമയിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ആകാശ നീലിമയിൽ വർണ്ണരാജി വിടർത്തി വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന രീതിയിലുള്ള ഡിജിറ്റൽ പടക്കങ്ങൾ വാങ്ങിക്കൂട്ടുവാനും കടകളിൽ നല്ല തിരക്കായിരുന്നു. പലയിടങ്ങളിലും കണിവെള്ളരി വിളവെടുപ്പും നേരത്തെ തന്നെ സജീവമാക്കിയിരുന്നു. ഇക്കാരണത്താൽ കണിവെള്ളരി ഇക്കുറി വിപണിയിൽ ധാരാളമായി എത്തിയിരിക്കുകയാണ്. കണിയൊരുക്കേണ്ട കാർഷിക വിഭവങ്ങളായ കണിവെള്ളരിയും മാങ്ങയും ചക്കയും തേങ്ങയും നെല്ലും അരിയും അടക്കയും വെറ്റിലയും കദളിപ്പഴവും കണിക്കുന്നപ്പൂക്കളും കണിയപ്പവും കൃഷ്ണവിഗ്രഹവും വാൽക്കണ്ണാടിയുമൊക്കെ സജ്ജീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത്. ആവേശത്തോടെയുള്ള പ്രകടനങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. മേടമാസപ്പിറവിയുടെ പുലരിയോടെ ഒരു വർഷക്കാലത്തെ കണിഫലത്തിന്റെ പ്രത്യാശകളുമായി വീണ്ടും വിഷു ഞായറാഴ്ച സമാഗതമാവുകയായി. കണിക്കൊന്ന പൂമരങ്ങൾ പലയിടത്തും കാലം തെറ്റി പൂത്തുലഞ്ഞ് കൊഴിഞ്ഞു പോയതിനാൽ ആവശ്യത്തിന് ലഭിക്കാത്തതും വിഷുവിന്റെ മുഖ്യ പൂവായ കൊന്നപ്പൂക്കൾക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മറുനാടൻ കൊന്നപ്പൂക്കളും പലരും ഇത് കാരണം ആശ്രയിക്കേണ്ടി വരുന്ന മട്ടാണ്. ഒരില പോലും ഇല്ലാതെ ഗ്രാമങ്ങളിലെ വീട്ടുമുറ്റങ്ങളിൽ ഏപ്രിൽ മാസമായാൽ കൊന്നപ്പൂക്കൾ വിടർന്ന് പരിലസിക്കുന്നതും ഇളം കാറ്റിൽ ആടിയുലയുന്ന വർണ്ണക്കാഴ്ചകളുടെ വസന്തം ഓരോ വിഷുക്കാലവും മനം കുളിർത്താണ് കടന്നുപോയിരുന്നത്. ഓരോ വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് വിഷുപക്ഷികൾ മരച്ചില്ലകളിലെ മറവിലിരുന്ന് പാടിയിരുന്ന കാലമുണ്ടായിരുന്നു. വിഷുക്കാലത്തെ വിഷുപക്ഷികൾ ഇനി ഓർമ്മകളിലായി മാറുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.